സാറെങ്ങനെ കേട്ടെ ഈ സ്ഥലത്തെ പറ്റി? പഴയ ഒരു പരിചയക്കാരൻ ഒരുമിച്ച് ജോലി ചെയ്തതാ. ആൾക്ക് അവിടെ കുറെ സ്ഥലവും വീടും ഉണ്ടെന്ന് പണ്ടേ പറയാറുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ ഏത് സ്ഥലം വീടും? കുര്യച്ചന്റെ അല്ലാതെ? കുര്യച്ചന്റെ കാര്യം തന്നെയാ പറഞ്ഞ. ബ്രിഗേഡ് കുര്യച്ചൻ? അതെന്നെ. ഓ, നിങ്ങൾ ദോസ്തുക്കളല്ലേ? അത് ശരി. ഇതെന്നാ സാറേ, ഉള്ളിൽ സിംഹമാണോ? കുട്ടി ബാഗ് എടുത്ത് നടന്നോ, ഇത് ഞാൻ കൊണ്ടുവന്നോളാം. ഭൂതം പുറത്ത് ചാടത്തൊന്നുമില്ല അപ്പൂട്ടി, പേടിക്കാണ്ടിരി. വീട്ടിലുള്ള ഡോഗാ പട്ടിച്ച്. മനസ്സിലായി. ഒരുപാട് പേര് കാണാനും കെണിവെക്കാനൊക്കെ വരാറുണ്ട്. ഈ വെറ്റലിനടുത്ത് വല്ല നമ്പർ കേൾക്കൂ. ആദ്യമൊക്കെ മലേഷ്യയില് മാത്രം ഉണ്ടായിരുന്ന ഒരു ബ്രീഡാ. കാണാൻ നമ്മുടെ നാടൻ നായക്കൂട്ട് തന്നെ ഇരിക്കും, പക്ഷെ മുതല് വേറെയാ. ഞാനും കുര്യച്ചനും പണ്ട് അതിനെ കുറിച്ച് പഠിക്കാൻ മലേഷ്യയിൽ പോയിട്ടുണ്ട്. കുര്യച്ചൻ പിന്നെ പട്ടികളെ തപ്പി പോകുന്ന സ്ഥലമുണ്ട്. പുള്ളിക്കാരൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ജോഡികളിൽ നിന്നാ ഇവനുള്ളതൊക്കെ പെറ്റുവരേക്കുന്നത്. ഇന്ന് മലേഷ്യയിൽ പോലും ഇല്ല ഇതിന്റെ പ്യുവർ ബ്രീഡ്. അതന്നെ ഒക്കെ ക്രോസ് ആയി പോയി. നിലവിൽ ഈ ബ്രീഡിന്റെ നല്ല തന്തയ്ക്ക് പറഞ്ഞ വെർഷൻ ഉള്ളത് നിങ്ങളുടെ ഈ കാട്ടുകുത്തി മാത്രാ. കുര്യച്ചന് സാധാരണ എല്ലാം നശിപ്പിച്ച ശീലം. ഈ പട്ടിവംശമെങ്കിലും അങ്ങേത് കാരണം ബാക്കിയായല്ലോ. മുന്നോട്ട് കിടക്കണം. ഇതുവരെ പൊതുസ്ഥലമുള്ളൂ. ഇവിടുന്ന് മേലോട്ടുള്ള 150 ഏക്കർ കുര്യച്ചന്റെ. വേണ്ട, നമുക്ക് ആരുടെയും പ്രൈവറ്റ് സ്ഥലത്തൊന്നും കയറണ്ട. അപ്പൂട്ടി, ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കിക്കോ. ഓ, അല്ലേലും ഇതിനപ്പുറം പോകാതിരിക്കുന്ന നല്ലത്. വെറുതെ ആ പെണ്ണുപിള്ളയായിട്ട് ചാടിക്കണ്ടല്ലോ. ഏത് പെണ്ണുപിള്ള? നാത്തിച്ചേട്ടതി, കുര്യച്ചന്റെ മല്ലാത്തിക്കാരി. നിങ്ങൾ പരിചയക്കാരെന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ നിന്ന് ഇതിന് പരിചയമില്ലയോ? എത്ര എണ്ണെന്ന് വെച്ചിട്ടാ? തിരുവല്ലയിലും തൃശ്ശൂരും ഉള്ള കെട്ടിയോളുമാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. മലേഷ്യൻ സെറ്റപ്പ് വന്ന പിന്നെ അങ്ങോട്ടൊന്നും വലിയ ടച്ചില്ലെന്നായിരുന്നു. അതാ നാത്തിച്ചേട്ടത്തിയുടെ പവർ. ശരിക്കും അവരെ കെട്ടിയ പിന്നെ കുര്യച്ചന്റെ സമയം തെളിഞ്ഞെന്ന് പറയാം. ചേട്ടത്തേക്ക് ഇച്ചിരി മലേഷ്യൻ കൂടുതൽ വശമുണ്ടെന്ന് ഒരു പറച്ചിലുണ്ട്. കുര്യച്ചനെ കുറിച്ച് അന്വേഷണമൊക്കെ എങ്ങനെ നടക്കുന്നു? എന്താ അന്വേഷണം? 5-6 കൊല്ലമായില്ലേ. ഒരിക്കലും കണ്ട് പെരുമ്പാവൂരുള്ള പെണ്ണുമ്പിള്ളെ കാണാൻ പോയത് പത്രത്തിലുണ്ടായിരുന്നു. ഇങ്ങോട്ടാണെങ്കിൽ കത്തുകൾ മാത്രമേ വരാറുള്ളൂ. എവിടാണെങ്കിലും പോലീസ് മണപ്പിച്ചെത്താനുള്ള പാതി സമയം വേണ്ട കുര്യച്ചന് മുങ്ങാൻ. സുന്ദരിയല്ലേ അപ്പൂട്ടി? ഇവിടെ ഉള്ളവന്മാരുടെ അവസ്ഥകളൊക്കെ ഇവള് പോരെ. എനിക്ക് ഈ പട്ടിയുടെ കാമശാസ്ത്രം ഒന്നും അറിയത്തില്ല. സാറപ്പോ ഇത് ലോഡാകുന്നവരെ കാട്ടിക്കഴിയാൻ പോവാ. കാണാതെ ലോഡായോ ഇല്ലയോന്ന് എങ്ങനെ ഉറപ്പിക്കും? അപ്പൊ കഴിക്കാനൊക്കെ 3 ആഴ്ചത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിന് പഴവും കായൊക്കെ കാട്ടിക്കാണില്ലേ. ആ ലൈഫ് സ്റ്റൈലൊക്കെ നല്ല ശീല. കുര്യച്ചന്റെ കൂടെ നടന്നവരൊക്കെ ആ കാറ്റിച്ചിട്ട് തട്ടിയില്ലെങ്കിലേ ഉള്ളൂ.